ലൈക്ക എന്ന് പറയുന്നത് യൂറോപ്പ് മൊത്തം ഉള്ള ബ്രാൻഡ് അല്ലേ? ലൈക്ക് യൂറോപ്പിലുണ്ട്, US-ലുണ്ട്, പിന്നെ ഇപ്പം ആഫ്രിക്കൻ മാർക്കറ്റ്സിലുണ്ട്. ലൈക്ക ഇസ് എ വാസ്റ്റ് എംപയർ. സിം കാർഡ് മാത്രമല്ല, സിം കാർഡാണ് കുറച്ച് മേജറായിട്ട് ആൾക്കാർക്ക് അറിയുന്നത്, ബിക്കോസ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ഇന്ത്യയിലുള്ള വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്. ഇപ്പം ഇൻഫാക്ട് ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് അവരാണ്. പൊന്നിയൻ സെൽവം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് 1 and പാർട്ട് 2 അത് അവരാണ് ചെയ്തത്. പിന്നെ ഇപ്പം മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ ലൈക്ക പ്രൊഡക്ഷൻ. അവര് തുടങ്ങിയത് എങ്ങനെയാ ചേട്ടാ ഈ ലൈക്ക ബേസിക് സ്റ്റാർട്ട് ചെയ്ത് 2 ശ്രീലങ്കക്കാരാണ്. അവർ ആക്ച്വലി ഫ്രാൻസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ഈ വാർ ടൈമിൽ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഈ ശ്രീലങ്കൻസ് മാത്രമല്ല ഈവൻ ഇന്ത്യൻസ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് വിളിക്കാനും ഇതിനൊന്നും ചീപ്പായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കോളിംഗ് കാർഡ് ചെയ്യുന്ന ഒരാൾ ഇവരെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ ഈ ജോലി, ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നിർത്തുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ മദറിന്റെ പേര് ജ്ഞാനം എന്നാണ് ആന്റിയുടെ പേര്. ആന്റിയുടെ പേരാണ് ജ്ഞാനം ടെലികോം. അതാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളിംഗ് കാർഡ്സിൽ. പിന്നെ ആ കോളിംഗ് കാർഡാണ് എല്ലായിടത്തും അവർ സ്പ്രെഡ് ചെയ്തിരുന്നത്. ഇത് ഏത് കാലത്തെ കാര്യമാണ്? 1998. ഓക്കെ, അപ്പോഴാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. ഫ്രാൻസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീലങ്കയിൽ ഈ പുലികളെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത്. അതായത് ഫ്രാൻസിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് കോൾ. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവർ അത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുപോകും. ലോകത്ത് ഏത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. സോ അപ്പോൾ ആ ബേസിസിലാണ് അത് സ്റ്റാർട്ട് ആവുന്നത്.